അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു പോയതാ. അതിനി മനസ്സിൽ കൊണ്ട് കിടക്കല്ലേ. ഒരു സമാധാനം ഇല്ലാത്തോണ്ടാ ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്നത്. അത് നോക്ക്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പിണക്കം കൊണ്ടുപോവുകയും ചെയ്യരുത്. ഏട്ടൻ വാരി കൊടുക്ക്. ഏട്ടത്തിയമ്മ കഴിച്ചോ? ഞാൻ എന്തായാലും കഴിക്കാൻ പോവാ. വേണ്ട. കഴിക്കത്തിമ്മേ. എടുത്തമ്മ കഴിക്കേ. രത്നിച്ചി, രശ്മിച്ചി, നിങ്ങൾ വരുന്നില്ലേ? സമയം പോയി. രശ്മി റെഡിയാവുന്നേ ഉള്ളൂ. ഈ രശ്മിച്ചിയുടെ കാര്യം ഇന്ന് ലേറ്റ് ആവും തോന്നുന്നു. നമുക്ക് പോയാലോ? പാവം, അവളൂടെ വരട്ടെ. കുഞ്ഞി പോവല്ലേ? ഒരു മിനിറ്റ് നിക്ക്. കൊടയും കൂടെ കൊണ്ടുപോ. വൈകിട്ട് മഴ എങ്ങാനും പെയ്താലോ? ഈ രശ്മി ചേച്ചി ഇത് ഇറങ്ങിയില്ലേ? അവിടെ മേക്കപ്പിന്റെ അവസാന ഘട്ടം നടക്കുക. ഇപ്പൊ വരും. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഏട്ടത്തിയമ്മേ, ഞങ്ങൾ ഇറങ്ങുവാണേ. റാണിക്കുട്ടി, ബൈ. ശരി പറ. ബൈ. കുഞ്ഞി, ഈ സൈക്കിൾ എടുക്കുന്നില്ല നീ? അതില് കാറ്റൊന്നുമില്ല ചേച്ചി. ഞാൻ രത്നേച്ചിയോട് നോക്കോളാം. ബൈ ബൈ. ബൈ. ഏട്ടത്തി, എന്തുറ്റി? ഒരു വിഷമം പോലെ. ഏയ്, ഒന്നുമില്ല. എന്നാ ബാ. ഏട്ടാ, ഏട്ടൻ എന്താ പോയിട്ട് വന്നേ ഉടനെ? ഏട്ടാ, എന്താ പോയിട്ട് തിരിച്ചു വന്നേന്ന്? അത് ഞാനൊരു സാധനം വാങ്ങാനുള്ള ലിസ്റ്റ് എഴുതി അത് വെച്ച് മറന്നുപോയി. ബെസ്റ്റ്. അത് മറന്നുപോയിണ്ടാണ് വന്നത്. പിള്ളേരൊക്കെ പോയോ? പോയി. നീ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. അടുപ്പിലൊന്നും വെച്ചിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ നീ മണം കരിയുന്ന മണമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ ഏട്ടത്തിയമ്മേ? ഉണ്ട്. നീ ഒന്ന് പോയി നോക്കിയേ. ഇനി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലോ? സംശയം വേണ്ടല്ലോ, പോയി നോക്കിയാ പോരെ. അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു പോയതാ. അതിനി മനസ്സിൽ കൊണ്ട് കിടക്കല്ലേ. ഒരു സമാധാനം ഇല്ലാത്തോണ്ടാ ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്നത്. അത് നോക്ക്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ദിവസത്തിനപ്പുറത്തേക്ക് പിണക്കം കൊണ്ടുപോവുകയും ചെയ്യരുത്. തേൻനെല്ലിക്ക പാറിന് വേണ്ടി വാങ്ങിച്ചതാ.
അല്ല പാറു, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം പെണ്ണിന്റെ വീട്ടിലാണെന്നല്ലേ പറയാ? അങ്ങനെ നോക്കുമ്പോ പാറുവും ഗിരിയേട്ടനും ഇന്ന് പടനിലത്ത് പോവേണ്ടതായിരുന്നു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓണം ഇപ്പൊ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരേപോലെ തന്നെ അല്ലേ? മനസ്സിന്റെ സന്തോഷമല്ലേ പ്രധാനം. ഏട്ടത്തിയമ്മ ഇവിടെ നിൽക്കുന്ന തന്നെയാ ഞങ്ങൾക്ക് സന്തോഷം. ഈ വർഷം ഏട്ടത്തിയമ്മയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ തകർക്കും. അതൊക്കെ നമുക്ക് തകർക്കാം. കൊള്ളാലേ പൂക്കളം. സൂപ്പർ ആയിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. മുഖവരെയൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞിട്ട് പോ. ഗിരിയുടെയും പാറുവിന്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ ഇത്? അവരെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കണ്ടേ? ഭാര്യയും ഭർത്താവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഓണം ആഘോഷിക്കാനും സദ്യ എല്ലാം വെച്ചു കൊടുക്കാനൊക്കെ. എടി പെണ്ണെ, എന്റെ നിന്റെ സമ്മതത്തോടെയാണ് അവർ ഒളിച്ചോടി പോയത്. ഇന്ദ്രന്റെ കൂടെ കതിർമണ്ഡപത്തിൽ ഇരിക്കേണ്ടവളെ പോലീസ് പിടിച്ചോണ്ട് വരുന്നു. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടത് ഞാൻ മാത്രമല്ല, നീയും കൂടെ അല്ലേ? അവനും അവളും ഉണ്ടാക്കിയ കളങ്കം തേച്ചാലും മാറ്റാലും മായൂല. എല്ലാം കഴിഞ്ഞില്ലേ? എന്ത് കഴിഞ്ഞു? ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഞാൻ. അത്രയ്ക്കൊണ്ട് എന്റെ മനസ്സില് അത് മാഞ്ഞു പോണെങ്കിലേ അവനും അവളും പിരിയണം. പിണങ്ങിയെങ്കിൽ അങ്ങനെ, ചത്തുളങ്ങുമെങ്കിൽ അങ്ങനെ. ഇനി കൈ അകലത്ത് വന്ന് മോളുടെയും മരുമോന്റെ ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിച്ചാ പല്ലടിച്ച് ഞാൻ തറയിലിടും. എന്റെ മുന്നിൽ നിന്ന് പോകാൻ. രാവിലെ ഓരോന്ന് വന്നോളും. എന്താച്ചാ? അവൾക്ക് ഓണം ആഘോഷിക്കാനേ മോളെയും മരുമോനെയും വിളിക്കണമെന്ന്. പിന്നെ മോളും മരുമോനും അവരെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഊട്ടണമെങ്കിലേ പത്മനാഭൻ രണ്ടാമത് ജനിക്കണം. അച്ഛൻ വളരെ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഈ ചെയ്യുന്നത് മണ്ടത്തരാണ്. അച്ഛാ, ഒരു തരത്തിലും നമുക്ക് ഗിരിയെ പിണക്കാൻ പറ്റില്ല. ആ 150 ഏക്കർ സ്ഥലം വാങ്ങിയെടുക്കും വരെയെങ്കിലും. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി സദ്യ കൂട്ടിടുന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആ അതെ,